നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ഭാഗമാണ് പഠിക്കുന്നത്. മത്സര പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുന്നത്. ഈ ഭാഗം ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച ഇന്ത്യക്കാരനാണ് എം.എൻ. റോയി. 1934 ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച ഇന്ത്യക്കാരനാണ് എം.എൻ. റോയി. ഇദ്ദേഹമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകരിൽ ഒരാളാണ് എം.എൻ. റോയി. ഇദ്ദേഹമാണ് ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് എം.എൻ. റോയി ആണ്. മാത്രവുമല്ല, പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതും എം.എൻ. റോയി ആണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, അതാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. അപ്പോൾ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് എം.എൻ. റോയിയുടേതാണ്. ഇദ്ദേഹമാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം ആദ്യമായി ഉന്നയിച്ച ഇന്ത്യക്കാരൻ. എന്നാൽ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ്. 1935 ഈ സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകര് C.R. ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകര്. 1935 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ആവശ്യം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത് 1935 ഇന്ത്യയുടെ ഭരണഘടന യാതൊരുവിധ ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്തതും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭ തയ്യാറാക്കുന്നതും ആയിരിക്കും എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഒടുവിൽ 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തോടുകൂടി ബ്രിട്ടീഷ് സർക്കാർ ഈ ആവശ്യം തത്വത്തിൽ അംഗീകരിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടക്കുന്നത് 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടക്കുന്നത്. ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് ലിൻകോ പ്രഭു. അപ്പൊ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടക്കുന്നത് 1940 ഓഗസ്റ്റ് 8. ഈ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആര് എന്ന് ചോദിച്ചാൽ അത് ലിൻകോ പ്രഭുവാണ്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി. ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം മുന്നോട്ട് വെച്ച വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകാം. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം മുന്നോട്ട് വെച്ച ഒരു വ്യവസ്ഥ അതായിരുന്നു ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി നൽകാം. അതോടൊപ്പം തന്നെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകാം. ഇതായിരുന്നു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ. എന്നാൽ ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചിരുന്ന ഇന്ത്യക്കാർ ഇതില് സംതൃപ്തരായിരുന്നില്ല. കോൺഗ്രസും അതുപോലെ മുസ്ലിം ലീഗും ഈ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തെ എതിർത്തു. അതോടെ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം പരാജയപ്പെട്ടു. അതിനുശേഷം 1942 ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ അംഗമായിരുന്ന സർ സ്റ്റാഫ്രോഡ് ക്രിപ്സ്
ബ്രിട്ടീഷ് സർക്കാരിന്റെ ഒരു കരട് നിർദ്ദേശവുമായി ഇന്ത്യയിൽ എത്തുന്നു. ഇതാണ് നമ്മൾ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1942-ലാണ്. 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. അപ്പൊ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയത് 1942. 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെ എന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു സ്വതന്ത്ര ഭരണഘടന രൂപീകരണം എന്നതായിരുന്നു ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്നാൽ ക്രിപ്സ് മിഷന്റെ ഈ നിർദ്ദേശത്തെ മുസ്ലിം ലീഗ് നിരസിച്ചു. രണ്ട് വ്യത്യസ്ത ഭരണഘടനാ നിർമ്മാണ സഭകളുള്ള രണ്ട് സ്വയംഭരണ രാഷ്ട്രങ്ങളായി ഇന്ത്യയെ വിഭജിക്കണമെന്ന മുസ്ലിം ലീഗ് താല്പര്യപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഇന്ത്യക്കാർ മാത്രം രൂപീകരിക്കുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ശക്തമാവുകയും 1946 ഡിസംബർ 9-ന് ഇത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതായത് 1946 ഫെബ്രുവരിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഒരു ഉന്നത അധികാര ദൗത്യത്തെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അതായത് ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ അംഗങ്ങളായിരുന്ന 3 പേരായിരുന്നു ആ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. ഇതിനെയാണ് നമ്മൾ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. അവിടെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. നമുക്ക് തെറ്റിപ്പോകരുത്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുന്നത് 1942-ലാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത് 1946-ലാണ്. 1946-ൽ ഇന്ത്യയിലെത്തുന്ന ഈ ക്യാബിനറ്റ് മിഷനിൽ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് ക്യാബിനറ്റിൽ അംഗങ്ങളായിരുന്ന 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പെറ്റിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഇവർ 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ ഉണ്ടായിരുന്നത്. ഈ ക്യാബിനറ്റ് മിഷന്റെ തലവനായിരുന്നു പെറ്റിക് ലോറൻസ്. അപ്പൊ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ പെറ്റിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷന് ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യൻ നേതൃത്വത്തിലേക്ക് അധികാരം കൈമാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ഇതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ലക്ഷ്യം. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യൻ നേതൃത്വത്തിലേക്ക് അധികാരം കൈമാറുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ പ്രധാന ലക്ഷ്യം. ഈ ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ പാകിസ്ഥാൻ കൂടി ചേർന്ന് വരുന്ന ഭാഗമാണ്. ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ പാകിസ്ഥാനിലെ കറാച്ചിയിൽ അവരെത്തുന്നത് 1946 മാർച്ച് 23-ന്. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ കറാച്ചിയിൽ എത്തുന്നത് 1946 മാർച്ച് 23-ന്. അവര് ഇന്ത്യയിൽ, അതായത് ഡൽഹിയിൽ അവരെത്തുന്നത് 1946 മാർച്ച് 24-ന്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ എത്തുന്നത് 1946 മാർച്ച് 23-ന്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1946 മാർച്ച് 24-ന്. ക്യാബിനറ്റ് മിഷൻ അവരുടെ പ്ലാൻ പ്രസിദ്ധീകരിക്കുന്നത്, ക്യാബിനറ്റ് മിഷൻ അവരുടെ നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് 1946 മെയ് 16. 1946 മെയ് 16-നാണ് ക്യാബിനറ്റ് മിഷൻ അവരുടെ നിർദ്ദേശങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളാണ്: 1. എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുക. ഒരു ഫെഡറൽ ഗവൺമെന്റ് രൂപീകരിക്കുക. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക. ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക. ഇവയൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഈ ക്യാബിനറ്റ് മിഷനാണ്
ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി നേവൽ പ്രഭു. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ രൂപീകരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ. അങ്ങനെ 1946 ഓഗസ്റ്റിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചാൽ 1946 ഓഗസ്റ്റിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ പറ്റിയും അതിലെ അംഗങ്ങളെ കുറിച്ചും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രദീപ്സ് അക്കാദമി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കായി വിവിധ സബ്ജക്റ്റുകൾക്ക് ഓൺലൈനായും ഓഫ്ലൈനായും ട്യൂഷനുകൾ നൽകുന്നുണ്ട്. അവയെക്കുറിച്ച് അറിയുന്നതിനായി ഈ നമ്പറുകളിൽ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതിയാകും. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.